ഭാവന ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഭാവന സ്നേഹ പദ്ധതിയുടെ ഭാഗമായി ഒരു കുടുംബത്തിന് വീട് വെച്ച് നൽകി. മണക്കാല വാർഡിൽ ചെട്ടിക്കുന്നിൽ ബിജുവും ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബത്തിനാണ് വീട് വെച്ച് നൽകിയത്. പെരിങ്ങടവിള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ ടീച്ചർ താക്കോൽ കൈമാറി. കാട്ടാക്കട താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രാജഗോപാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ആനി പ്രസാദ്, ഒറ്റശേഖരമംഗലം പഞ്ചായത്ത് തല നേതൃസമിതി കൺവീനർ മുരളീധരൻ നായർ, ഭാവന പ്രസിഡന്റ് രാജേഷ് പ്രദീപ്, സെക്രട്ടറി രതീഷ് കുമാർ MP, ട്രഷറർ സുരേഷ്, വൈസ് പ്രസിഡന്റ് അനന്തു, ജോയിന്റ് സെക്രട്ടറി ഉദയൻ, ആർട്സ് കൺവീനർ രാജേഷ് കൃഷ്ണ, ഭരണസമിതി അംഗങ്ങളായ വിപിൻ, ജോസ്, മേരി മേബിൾ, ചെറുപുഷ്പം, ശ്രീജ, അലക്സ്, സജിത്, പ്രഭു, ബിനു, സതീഷ്, ലൈബ്രറിയൻ മിനി, വനിതാവേദി അംഗങ്ങൾ, ബാലവേദി അംഗങ്ങൾ, മണക്കാല വാർഡ് മെമ്പർ ഉൾപ്പെടെ കലാകായിക സാംസ്കാരിക മേഖലയിലെ പ്രവർത്തകർ പങ്കെടുത്തു. ഭാവന ഗ്രന്ഥശാല നിർമ്മിച്ചു നൽകുന്ന 3ാമത്തെ വീടാണ് ഇത്. നമ്മുടെ ഭാവന കലാ സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയും കൂടെ ചേർന്നിട്ട് നിർമ്മിക്കുന്ന 3ാമത്തെ വീടാണ്. ഇപ്പോൾ ചെട്ടികുന്നിൽ ശ്രീ ബിജുവിനും കുടുംബത്തിനും ഇങ്ങനൊരു താക്കോൽദാന കർമ്മം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് പങ്കാളികളാവാൻ ഭാവന കലാ സാംസ്കാരിക സമിതിക്കും ഗ്രന്ഥശാലയ്ക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പുസ്തക ലോകത്തിൻ്റെയും അക്ഷര കൂട്ടായ്മയുടെയൊക്കെ ലോകത്ത് നിന്ന് പുതിയ സാമൂഹ്യ സേവന കാഴ്ചപ്പാടുമായി സ്നേഹഭാവന എന്ന പേരിൽ ഭാവന ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്ന 3ാമത്തെ വീട് നിർമ്മാണമാണിത്. ഒരു കൈത്താങ്ങായി പാവപ്പെട്ട ജീവിതങ്ങളെ കൈപിടിച്ചുയർത്താൻ ഭാവന നടത്തുന്ന 3ാമത്തെ ഒരു ശ്രമമാണിത്. ഇതിന് സമാനമായ ഒരു പ്രവർത്തനവും ഒരു ഗ്രന്ഥശാലയും നമ്മുടെ താലൂക്കിൽ എന്നല്ല നമ്മുടെ ജില്ലയിൽ തന്നെ സംഘടിപ്പിക്കുന്നതായി എനിക്കറിയില്ല. ആ നിലയിൽ വളരെ മാതൃകാപരമായ ഒരു സ്നേഹോപഹാരമാണ് ഈ സ്നേഹഭവനം, ഈ ഭാവന ഇവിടെ നൽകുന്നത്. ആ കുടുംബത്തിനും നാളെയും നീളെയും എല്ലാ സപ്പോർട്ടും ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തകരിൽ നിന്നുണ്ടാവും. ഇവർക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു, ആശംസകൾ നേരുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച, ഇങ്ങനൊരു വീട് നിർമ്മിച്ച് നൽകാൻ കാണിച്ച സന്മനസ്സിന് ഭാവന ഗ്രന്ഥശാലയുടെ ഭരണസമിതി അംഗങ്ങളെയും ഭാരവാഹികളെയും പ്രത്യേകം അനുമോദിക്കുന്നു. ഭാവന ഭരണസമിതിയുടെ 3ാമത്തെ സ്നേഹവീട് എൻ്റെ താക്കോൽ ദാനമാണ് ഇന്നിവിടെ നടന്നത്. ഭാവന കലാ സാംസ്കാരിക കേന്ദ്രം 1992 രൂപം കൊണ്ടതിന് ശേഷം വൈവിധ്യമാർന്ന പലവിധമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയുണ്ടായി. അതിൽ ആദ്യം ഒരു ഭവനം നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു. അതിനുശേഷം 2ാമത്തെ ഭവനം നിർമ്മിച്ച് നൽകി. അതിന് ഇപ്പോൾ നമ്മുടെ ഈ ചെട്ടികുന്നെന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമ്മുടെ ബിജു എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിനും ആണ് നമുക്ക് ഈ ഭവനം നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞത്. ഒരല്പ കാലതാമസമുണ്ടായെങ്കിലും അദ്ദേഹത്തിന് ഈ ഭവന നിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ ഭാവന കലാ സാംസ്കാരിക കേന്ദ്രം വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെങ്കിലും ഈ 3ാമത്തെ ഈ ഭവന നിർമ്മാണത്തോടനുബന്ധിച്ച് ഈ നമ്മുടെ കുടുംബനാഥൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നല്ല സഹകരണവും സപ്പോർട്ടും നമുക്കുണ്ടാകാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഇത്രയും മനോഹരമായ രീതിയിൽ ഈ ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതിനുവേണ്ടി നമ്മുടെ ഭാവന കലാ സാംസ്കാരിക ഗ്രന്ഥശാലയിലെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും അതിൽ ആത്മാർത്ഥമായി സഹകരിക്കുകയുണ്ടായി. മറ്റുള്ള ധാരാളം നാട്ടുകാരും നമ്മുടെ ഈ വൈവിധ്യമാർന്ന ഈ പ്രവർത്തനത്തിൽ നമ്മോടൊപ്പം സഹകരിച്ചു. എല്ലാവർക്കും നന്ദി. ഈ ഒരു ധന്യ നിമിഷത്തിൽ സന്തോഷത്തോടുകൂടി ഈ കർമ്മം നടത്താൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ചേർന്ന എല്ലാവർക്കും നമസ്കാരം. ഭാവന ഗ്രന്ഥശാല നിർമ്മിച്ച് നൽകുന്ന 3ാമത്തെ വീടിൻ്റെ താക്കോൽദാനമാണ് ഇന്ന് നമ്മളിവിടെ നടത്തിയത്. ഇതോടൊപ്പം എനിക്ക് സെക്രട്ടറി എന്ന നിലയിൽ പറയാനുള്ളത്, നമ്മളോടൊപ്പം സഹകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ, പിന്നെ മറ്റ് നാട്ടുകാർ, മറ്റ് പ്രവർത്തകർ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഭാവന ഗ്രന്ഥശാലയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ ഭാവന ടീം ഇപ്പോൾ വളരെയേറെ സന്തോഷത്തിലാണ്. ഈ ദിവസം നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും ജാതി മതഭേദമന്യേ ഭാവന എല്ലാവരോടൊപ്പം സഹകരിച്ചു പോവുകയാണ്. ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇതുവരെ നൽകിയ എല്ലാ സഹായത്തിനും ഭാവനയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. എൻ്റെ പേര് ബിജു ആണ്. ഞാൻ മാസ്റ്ററായാണ് താമസിക്കുന്നത്. ഈ ഭാവന ഈ സ്നേഹസംഘത്തിൽ വെച്ചിരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു വീട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചില്ല. സന്തോഷമുണ്ട്.